പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 27 ഹല്ലേലൂയ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചു. കരമുയർത്തി പറ, കർത്താവേ സ്തോത്രം. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. ആമേൻ. സമാധാനത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അത്ഭുതകരമായി നടത്തുന്നതോർത്ത് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അബ്ബാ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 106 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ എന്തുകൊണ്ടാണ് കർത്താവിനെ സ്തുതിക്കാൻ പറയുന്നത്? കർത്താവ് നല്ലവനായതുകൊണ്ടും കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതായതുകൊണ്ടും കർത്താവിനെ സ്തോത്രം പറഞ്ഞു. ഒന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആമേൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ആമേൻ, എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേക്കുക. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മേൽ ദൈവിക ശക്തിയെ പകരണമേ, ഇവരുടെ മേൽ ദൈവിക സാന്നിധ്യത്തെ പകരണമേ. ആത്മാവിൻ്റെ പകർച്ചകളെ കൊടുത്ത് ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണം. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, കൈകാലുകൾക്ക് ആമേൻ 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 നംനസ് വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ പെരുപ്പ് അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. ജോലിക്ക് പോകുന്നതിനും കർത്താവെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ, ആമേൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ ആരോഗ്യം ആമേൻ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ. കൈകളുടെ മേലും കാലുകളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കട്ടെ. ഞാനവരെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ വിടുവിക്കണം. കർത്താവെ, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ദൈവിക കരം ഇന്ന് പ്രവർത്തിക്കണം. ഏലിയാവിന് വേണ്ടി ആമീൻ സരാഫത്തിൽ ഒരു വിധവയെ ഒരുക്കിയതുപോലെ, കാക്കയായി ആഹാരം കൊടുത്തതുപോലെ ഇന്നൊരു മിറക്കിൾ പ്രൊവിഷൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വഴി തുറക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുക. പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ എല്ലാ വന്ധ്യതയുടെ ആത്മാവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ വന്ധ്യതയുടെ ആത്മാവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾ അടുത്ത വർഷം ഈ സമയം അവർക്ക് കുഞ്ഞുങ്ങളുള്ളവരായി തീരട്ടെ. ജൂലൈ ആമേൻ 27 ആമേൻ 2027 മുമ്പ് അവരുടെ ഭവനത്തിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഇടപെടൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. വന്ധ്യതയുടെ ആത്മാവ് വിട്ടുപോകട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് ഈ ദിവസത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുമ്പോൾ ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെയും കർത്താവെ അങ്ങയുടെ നാമത്തെ സ്നേഹിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. വലിയ സമാധാനവും വലിയ സന്തോഷവും വ്യാപരിക്കണം. പ്രകൃതി എല്ലാ നിലയിലും അനുകൂലമായി തീരട്ടെ. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരെ ഒരിക്കലൂടെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ നാമം നിങ്ങളിലൂടെ ഉയരുവാൻ ഇടവരട്ടെ. കുടുംബമായി ആമേൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച്, ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായൊരു വേദഭാഗത്തിലൂടെ പോകാം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. എന്നിട്ട് സഭാപ്രസംഗി പറയുകയാണ്, ജനിപ്പാൻ കാലം, മരിപ്പാൻ കാലം, നടുവാൻ കാലം, നട്ടത് പറിപ്പാനൊരു കാലം, അവൻ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുക. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുകയാണ് ഈ സന്ദേശത്തിലൂടെ. നമുക്കറിയാം, ഇത് സഭാപ്രസംഗി എഴുതിയ ശലോമോൻ രാജാവാണ്.
ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും ജ്ഞാനിയായ രാജാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു നിന്ന് താൻ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷനാണ്, ദൈവത്തിന് എല്ലാത്തിനും ഒരു പ്രോപ്പർ ടൈമുണ്ട്. എല്ലാ കാര്യത്തിനും കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ സമയപ്രകാരവും ദൈവത്തിൻ്റെ ആ ഓർഡറിലും പ്ലാനിലും ജീവിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും ഫലപ്രദവും സമാധാനപൂർവവുമായി തീരും. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ ഓർഡറുകളെ തെറ്റിച്ച് കളഞ്ഞാൽ ആമേൻ എന്തു പറ്റും? അനാവശ്യമായ സ്ട്രെസ്സും പരാജയവും ആമേൻ കുറ്റബോധങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ആമേൻ. അതുകൊണ്ട് ദൈവം ആമേൻ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഓർഡറുള്ള ദൈവമാണ്, കൺഫ്യൂഷൻ്റെ ദൈവമല്ല. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് രാത്രിയും പകലും കാലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചത്. നമ്മുടെ ശരീരത്തിന് പോലും ദൈവം ഋതം സൃഷ്ടിച്ചിട്ടുണ്ട്. സംഗീതകാരൻ പറഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായിട്ട് എന്നെ സൃഷ്ടിച്ചു, അതിനായിട്ട് ഞാൻ കർത്താവിന് എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കാലങ്ങൾ ആമേൻ ശരീരത്തിന് റെസ്റ്റ് എടുക്കാൻ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെതായ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പരിശുദ്ധമ പറയുക, റൈറ്റ് ടൈം ബ്രിങ്സ് റൈറ്റ് റിസൾട്ട്സ്. അതായത് ശരിയായ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ശരിയായ ആമേൻ ഉത്തരങ്ങൾ അല്ലെങ്കിൽ മറുപടികൾ, റിസൾട്ടുകൾ നമുക്ക് നേടാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സക്സസ്സിന് വേണ്ടി, ജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, വലിയ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവിക ഡിസിപ്ലിനുകളെ, ദൈവിക പ്ലാനുകളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഡിസിപ്ലിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട്. ആമേൻ. ആമേൻ. നമ്മുടെ വിശ്വാസത്തെ മാത്രമല്ല കർത്താവ് അനുഗ്രഹിക്കുന്നത്, നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിനെയും ഒക്കെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രവൃത്തികളെയും ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, ഉറങ്ങാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, എഴുന്നേൽക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാനൊരു സമയം വെച്ചിട്ടുണ്ട്, ജോലി ചെയ്യാനൊരു സമയം വെച്ചിട്ടുണ്ട്, പഠിക്കുവാനൊരു സമയം വെച്ചിട്ടുണ്ട്, കുടുംബത്തോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊരു സമയം വെച്ചിട്ടുണ്ട്, റെസ്റ്റ് ചെയ്യാൻ കർത്താവ് സമയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പറഞ്ഞത്, ഈ ലോകത്തിൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടന്ന് സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. 90-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണം. അതായത് ഇന്നത്തെ ഒരു ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുക, ഈ ദിവസം എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ടൈമിൽ കാര്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അതുപോലെ സദൃശ്യവാക്യത്തിൽ പറയുക, ആമേൻ, 9-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ കൂടുതലായി കിടന്ന് ഉറങ്ങുന്നതിനെക്കുറിച്ച് പറയുക. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു അധികാലത്ത് എഴുന്നേറ്റു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ആമേൻ. നമ്മൾ സമയം തക്കത്തിൽ, ഇങ്ങോട്ട് നോക്കി, ഒരു മനോഹരമായ ട്രെയിൻ എത്ര നല്ല എഞ്ചിനാണെന്നെങ്കിലും എത്ര നല്ല കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും 1 മണിക്കൂർ നേരത്തെ വന്നാൽ ശരിയാകുമോ? ഇല്ല. 1 മണിക്കൂർ താമസിച്ചു പോയാലോ? അതും ശരിയാകത്തില്ല. ഇത് രണ്ടും നഷ്ടമാണ്. നേരത്തെ വന്നാൽ പലർക്കും ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല, താമസിച്ചു വന്നാൽ പലർക്കും സമയത്തിന് ചെല്ലാൻ പറ്റത്തില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ സമയത്തെ, ദൈവം തന്ന സമയത്തെ വേണ്ടുന്നവണ്ണം ഉപയോഗിക്കണം. ആമേൻ. താമസിച്ചുറങ്ങുന്നത് എന്തു പറ്റും? താമസിച്ചെഴുന്നേൽക്കാൻ കാരണമാകും. അപ്പോൾ താമസിച്ചെഴുന്നേൽക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും റഷ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാം റഷ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും. നമ്മൾ അവസാനം റഷിങ്ങിൽ തിരക്ക് കാരണം പ്രാർത്ഥന നമ്മൾ മാറ്റിവെച്ചു. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ സമാധാനം നഷ്ടപ്പെടും. സമാധാനം നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ ഡിസിഷനുകളെ അഫക്റ്റ് ചെയ്യും. ആമേൻ. ഡിസിഷനുകളെ അഫക്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഭാവിയെ അഫക്റ്റ് ചെയ്യും. ഇങ്ങോട്ട് നോക്കി, യേശു അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. കർത്താവ് ഉറങ്ങാൻ നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം കാരണം രാത്രിയിൽ TV കണ്ടുകൊണ്ടിരിക്കുക, ഉറങ്ങാതിരിക്കുക, അതൊക്കെ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. ഈ അടുത്ത സമയത്ത് വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ ഞാൻ അല്പസമയം ഇരുന്നു. ആമേൻ. ഇത് കാരണം അന്നത്തെ ഒരു ദിവസമാണ് നഷ്ടമായത്. കാരണം രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഉറങ്ങാൻ തന്ന സമയത്ത് നമ്മൾ ഉറങ്ങിക്കോണം. ആമേൻ. എഴുന്നേൽക്കാൻ പറയുന്ന സമയത്ത് എഴുന്നേറ്റോണം. കൂടുതൽ ഉറങ്ങുന്നതും അഴുക്ക്, അവൻ താമസിച്ച് എഴുന്നേൽക്കുന്നതും അഴുക്ക്. അവൻ അതാത് ദിവസങ്ങൾ ചെയ്യേണ്ടത് അതാത് സമയത്ത് നമ്മൾ പൂർത്തീകരിക്കണം. അപ്പം കർത്താവ് നമുക്ക് ഇന്ന് ഈ ജനറേഷൻ അറിഞ്ഞിരിക്കണം, കർത്താവ് നമുക്ക് ഉറങ്ങാനൊരു സമയം വെച്ചിട്ടുണ്ട്. സ്ലീപ്പ് ഓൺ ടൈം. ദൈവം തന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കുക. ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്ത് യേശു എഴുന്നേറ്റ് കാണിച്ചു. യേശു നമുക്ക് മാതൃകയാണ്. യേശു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു. അതുകൊണ്ട് വേക്കപ്പ് ഏർലി. ആമേൻ. എന്നിട്ട് കർത്താവിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുപോലെ
പ്ലാൻ ചെയ്യും. വെറുതെ നിങ്ങളുടെ സമയം കളയരുത്. ആമേൻ. അനാവശ്യമായി സമയം കളഞ്ഞ് അവൻ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയാതെ അന്ന് വൈകിട്ടത്തേക്ക് എത്താതെ ദൈവം നമ്മൾ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ നിന്ന് ആ ദിവസത്തെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളോട് തന്നെ ചോദിച്ച്, ഞാൻ എൻ്റെ സമയത്തെ നിത്യമായ വാല്യൂ ഇല്ലാത്ത എന്തിനെങ്കിലും വേണ്ടി ഉപയോഗിക്കാറുണ്ടോ? അതോ ചുമ്മാതെ റീൽസ് കണ്ടുകൊണ്ട് വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തുകൊണ്ട് അനാവശ്യമായ ചാനലുകളിലൂടെ ഇറങ്ങിക്കയറി എൻ്റെ സമയം കളയുകയാണോ? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നുണ്ടോ? പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവത്തെ മാനിക്കേണ്ട സമയത്ത് മാനിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കണം. ഞാൻ കറക്റ്റ് സമയത്ത് ഉറങ്ങും, ഞാൻ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കും, ഞാൻ കറക്റ്റ് സമയത്ത് പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യും. കറക്റ്റ് സമയത്ത്, രാത്രിയിലല്ല. ജോലി ചെയ്യാൻ കർത്താവ് നിശ്ചയിച്ച സമയത്ത് ചെയ്യണം. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്. ഈ പകൽ മൊത്തം വേറെ കാര്യങ്ങൾ ചെയ്യാതെ രാത്രിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യരുത്. പകൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം പകൽ ചെയ്യണം. ഞാൻ കറക്റ്റായിട്ട് റെസ്റ്റ് ചെയ്യും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങ് ഞങ്ങൾക്ക് സമയങ്ങളെയും കാലങ്ങളെയും തന്നതിനായിട്ട് സ്തോത്രം. അത് വേണ്ടുന്നവണ്ണം ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. ഞങ്ങളുടെ ജീവിതചര്യകളെ വേണ്ടുന്നവണ്ണം കൺട്രോൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. വിശ്വസ്തയോടെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ, അനുസരണതയോടെ ചെയ്യാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിക്കകത്ത് എല്ലാത്തിനകത്തും ഒരു വലിയ മാറ്റം കർത്താവ് തരട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളെ ഉയർത്തി പറയാം. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. God bless you.